ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ ഹിറ്റാകുന്നത് എപ്പോഴാണ്? ഒരുപാട് പേർക്ക് അത് സ്വന്തം ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും എല്ലാവർക്കും ജീവിതമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയതല്ല. കഴിഞ്ഞ തവണ ഞാൻ കരിയർ ബ്രേക്കിനെ കുറിച്ചാണ് ഒരു വീഡിയോ ഇട്ടത്. അത് എല്ലാവർക്കും ജീവിതത്തിൽ റെലവൻ്റ് ആകണമെന്നില്ല. അതുപോലെ പാരൻറ്റിങ് ടിപ്സിനെ കുറിച്ചുള്ള വീഡിയോ ഇടുമ്പോൾ ഇപ്പോൾ പാരൻസ് ആയിരിക്കുന്നവർക്കാണ് അത് കൂടുതൽ പ്രയോജനപ്പെടുക. പക്ഷേ ചില വിഷയങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം അങ്ങനെയുള്ള ഒന്നാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വിഭവമാണ് സമയം. പക്ഷേ അതിൻ്റെ വിലയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. അത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒന്നായതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളത്ര ബോധേടല്ല. പക്ഷേ സമയം മാനേജ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സമയം മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അക്കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തുക. അതാണ് ശരിക്ക് ടൈം മാനേജ്മെൻറ്റ്. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ അത് പലപ്പോഴും നടക്കാറില്ല. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ അല്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ ക്വാളിറ്റി കൊണ്ടുവരുന്ന കാര്യങ്ങളല്ല. അപ്പോൾ വരുന്ന വലിയൊരു പ്രശ്നം, ജീവിതത്തിന് ശരിയായിട്ടുള്ളൊരു അടിസ്ഥാനം ഉണ്ടാക്കാതെയാണ് പലപ്പോഴും നമ്മൾ ജീവിതം കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കെട്ടിടം വേണ്ടത്ര ബേസ് ഇല്ലാതെ കെട്ടിപ്പൊക്കിയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും. അങ്ങനെ വരുമ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ബേസ് ഒന്ന് സ്ട്രോങ് ആക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ജീവിതത്തിലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളിലൊന്ന്, എല്ലാവരുടെയും മനസ്സിലുള്ള ഒരാഗ്രഹം, ആരോഗ്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയുമുള്ള ദീർഘായുസ്. എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നു. പക്ഷേ ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ചെയ്യാറില്ല. എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ്. എപ്പോഴോ എവിടെയോ ഇങ്ങനൊരു ആഗ്രഹം കിടക്കുന്നുണ്ടെന്നല്ലാതെ അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലില്ല സത്യത്തിൽ. 2024 ആരംഭത്തിൽ ഞാനെടുത്ത ചില തീരുമാനങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു വായന കുറച്ചും കൂടി ഗൗരവതരമാക്കി മാറ്റുക എന്നുള്ളത്. അതനുസരിച്ച് 2 പുസ്തകം ഓരോ മാസവും വായിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കുറിച്ചെടുക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചിരുന്നു. ആദ്യത്തെ മാസം ഞാൻ തിരഞ്ഞെടുത്ത 2 പുസ്തകങ്ങൾ, ഒന്ന് ഇക്കിഗായും, രണ്ടാമത്തെ പുസ്തകം മനുഷ്യൻ്റെ ഇതുവരെയുള്ളൊരു ചരിത്രം. ഇന്നലെ മനുഷ്യൻ എന്തായിരുന്നു, ഇപ്പം മനുഷ്യൻ എവിടെ നിൽക്കുന്നു, എങ്ങോട്ടാണ് ഇയാൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഒരു ഹിസ്റ്ററി ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകം. രണ്ടാമത്തെ പുസ്തകം വളരെ ഗൗരവത്തിൽ വായിക്കേണ്ടതായതുകൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ആദ്യത്തെ പുസ്തകം ഞാൻ കൃത്യമായിട്ട് വായിച്ചു. ഇക്കിഗായി എന്നുള്ള പുസ്തകത്തെക്കുറിച്ച് ഞാൻ നേരത്തെയും എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇക്കിഗായിൽ പറയുന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജീവിതത്തിൽ വേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തതിൻ്റെ കാരണം അത് നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടിയുള്ളൊരു ദീർഘായുസ്. ഇത് നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇക്കിഗായിലെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ 10 കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് കുറിച്ചു വെച്ചു. അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. കുറിച്ചു വെച്ച് അതിനെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിച്ചത് കൊണ്ട് അത് നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രയോജനം ചെയ്യുന്ന 10 കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ബേസ് ശക്തമായിട്ട് ഉറപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന 10 കാര്യങ്ങളാണ് ഞാനിന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങളിൽ ചില റിപ്പീറ്റേഷൻസ് വന്ന് പെട്ടേക്കാം. പക്ഷെ ഒരു കാര്യം മെമ്മറിയിൽ നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗങ്ങളിൽ ഒന്നാണ് റിപ്പീറ്റേഷൻ. നിരന്തരം ഇത് നമ്മളോട് തന്നെ പറയുമ്പോൾ നമുക്ക് വ്യത്യാസങ്ങൾ വരും. ഒന്നാമത്തെ കാര്യം, സ്റ്റേ ആക്റ്റീവ്, ഡു നോട്ട് റിട്ടയർ. എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, എന്തൂസിയാസ്റ്റിക് ആയിരിക്കുക. അത് സാധ്യമാണോ? തീർച്ചയായിട്ടും സാധ്യമാണ്. മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണത്. നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ വന്നിരിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന് നമ്മുടെ ശരീരം ആക്റ്റീവല്ല. ഒരുപാട് സമയം ഇരിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. ഇത് വലിയൊരു പ്രശ്നമാണ്. ഒരുപാട് സമയം ഇരിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഉപയോഗിക്കാത്തതാണ് നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇപ്പം ഇത് മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കുമല്ലേ, ഒരു സ്ഥലത്ത് ഇങ്ങനെ കുറേ നേരം കുത്തിയിരിക്കുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഇത് അപകടമാണ്. എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ശരീരം കൂടുതൽ ഉപയോഗിക്കാൻ നോക്കും. ഒരു സ്റ്റെയർ കേസ് കണ്ടാൽ നമ്മൾ അത് ഉപയോഗിക്കും. ലിഫ്റ്റും എസ്കലേറ്ററും അന്വേഷിച്ച് നടക്കില്ല. അതുപോലെ തന്നെ മനസ്സിൽ ഓർക്കണം,
നമ്മൾ റിട്ടയർ ചെയ്യാൻ പാടില്ല. ഫോമലായിട്ട് നമ്മൾ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്യും. പക്ഷെ റിട്ടയർ ചെയ്താലും ചില കാര്യങ്ങൾ നമുക്ക് വീണ്ടും തുടർന്ന് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ പോയി അതേ സമയത്ത് അത് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല, പക്ഷേ നമുക്കത് തുടരാൻ വേറെ മാർഗങ്ങളുണ്ടാകാം. പിന്നെ ഇത് ഫോമലായിട്ടുള്ളൊരു ജോലിയെക്കുറിച്ച് മാത്രം ആകണമെന്നില്ല. നമ്മൾ ഇൻഫോർമലായിട്ടും എല്ലാ ദിവസവും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ നമ്മളത് വേണ്ടാന്ന് വെക്കാറുണ്ട്. എന്താണെന്ന് ചോദിച്ചോ, എനിക്കത് ചെയ്യാൻ തോന്നുന്നില്ല. ഇതൊക്കെയാണ് ചിലരുടെ മറുപടി. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇങ്ങനൊരു വിത്ഡ്രോൺ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഞാനിത് വേണ്ടാന്ന് വെക്കുന്നു, തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ ഓക്കെ, പലപ്പോഴും അതല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സ്റ്റേ ആക്റ്റീവ്, എനർജറ്റിക് ആൻഡ് എന്തൂസിയാസ്റ്റിക്. നമ്മൾ പ്രവൃത്തികളിൽ ഇൻവോൾവ് ആകുമ്പോൾ നാച്ചുറലി നമ്മുടെ ബ്രെയിനും എല്ലാം ആക്റ്റീവ് ആകും. രണ്ടാമത്തെ കാര്യം എന്താണെന്നോ, ഡോണ്ട് ബി ഇൻ എ ഹറി. നമ്മുടെ ഏറ്റവും വലിയൊരു ശത്രു അതാണല്ലേ, ഈ സ്ട്രെസ്. നമ്മളെപ്പോഴും സ്ട്രെസ്ഡ് ആണ്, നമുക്കൊരു സാവകാശം കിട്ടുന്നില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വേണം. അത് പ്രാധാന്യം അനുസരിച്ച് തരംതിരിച്ച് വേണ്ടാന്ന് വെക്കേണ്ട കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാൻ നമുക്കാകുന്നില്ല. നമ്മളിങ്ങനെ നിരീക്ഷിക്കുമ്പോൾ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ രസകരമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ ടൂറുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ചില ടൂറുകളുടെ കാര്യം വളരെ രസകരമാണ്. 12 ദിവസത്തിനുള്ളിൽ 12 രാജ്യങ്ങൾ. എന്താണ് ഈ ടൂറിൻ്റെ പർപ്പസ്? നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കണം, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. ഇതൊന്നുമല്ല നമ്മുടെ മുമ്പിലുള്ള ചിന്ത. ഒരിക്കൽ ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെയുള്ളൊരു ഗ്രൂപ്പിനെ കാണാനിടയായി. അപ്പോൾ അതിലെ ഒരു ആളെ ഞാൻ പരിചയപ്പെട്ടു. സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും അയാൾ പറഞ്ഞു, അയ്യോ എനിക്ക് പോകാൻ നേരമായി, ഇന്ന് 2 രാജ്യങ്ങളുണ്ട് ലിസ്റ്റിൽ എന്ന് പറഞ്ഞ് അയാൾ വെപ്രാളപ്പെട്ട് ഇങ്ങനെ നടന്ന് നീങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മുടെ ജീവിതം വലിയ പ്രശ്നത്തിൽ തന്നെയാണല്ലേ. അതുപോലെ തന്നെയാണ് എല്ലാ ദിവസവും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആകുന്ന ആ ഒരു രീതി, അത് നമുക്ക് മാറ്റണ്ടേ. അത് വേണം ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് ഓടിപ്പാഞ്ഞ് നടക്കാതെ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളത് എന്താണ്, നമുക്ക് സന്തോഷം തരുന്നത് എന്താണ്, ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു തരംതിരിവ് നമുക്ക് വേണം. അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുക. മൂന്നാമത്തെ കാര്യം, ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ഓർക്കാനുള്ളൊരു കാര്യമാണ്, വയറൊരു 80% മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഈ 80% എങ്ങനെ തിരിച്ചറിയും? കുറച്ചും കൂടി വേണം എന്ന് തോന്നുമ്പോൾ നിർത്തിയേക്കണം. നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം നടക്കേണ്ട ചില കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഈ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടത്താൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മെറ്റാബോളിസം. ഈ മെറ്റാബോളിസം കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മുടെ ആഹാരക്രമം, നമ്മൾ കഴിക്കുന്ന ആഹാരം, ഇതുമായിട്ട് അതിന് നല്ല കണക്ഷൻ ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഈ മെറ്റാബോളിസത്തിനെ സഹായിക്കുന്ന പോഷകാഹാരങ്ങളൊക്കെ കൃത്യമായിട്ട് അടങ്ങിയിരിക്കണം. അതിന് നമ്മൾ പ്ലാൻ ചെയ്യണം. ഇവിടെ നമുക്ക് വരുന്ന ഒരു അപകടം എന്താണെന്നോ, നമ്മളിന്ന് ഒരുപാട് സെലിബ്രേഷൻസ് നടത്താറുണ്ടല്ലേ. ഇപ്പോൾ വരുന്ന വലിയൊരു പ്രശ്നം, നമ്മളൊരു ആഘോഷത്തിന് പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ധൂർത്ത് നടക്കുന്നത് ഈ ഫുഡിലാണ്. ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കാണും. വെറുതെ കിട്ടുന്നതല്ലേ എന്ന് വിചാരിച്ച് ഒന്നും വിടാതെ കഴിക്കുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ നിർത്തും. ഇത് അപകടമാണ്, എൻ്റെ ശരീരമാണ്. ഈ ചിന്തയില്ലാതെ വരുന്നതാണ് പ്രശ്നം. നാലാമതായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് റിലേഷൻഷിപ്സ്. നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെല്ലാം തന്നെ നമുക്ക് സന്തോഷം തരുന്നതാവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് പെട്ടുപോയല്ലോ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവാം, പക്ഷെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അവിടെ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്, അവരുടെ കുറ്റം കൊണ്ട് മാത്രമാണോ ഇങ്ങനെ സംഭവിക്കുന്നത്, അവർ മാത്രമാണ് കുറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ നിരപരാധികളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നല്ല ബന്ധങ്ങൾ ലഭിക്കാൻ, നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ചുറ്റുപാടും നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നല്ല സുഹൃത്തുക്കളായിരിക്കണം. അല്ലാത്തവരോടൊക്കെ ബൈ പറയണം. നല്ല ആളുകളെ കൂടെ നിർത്തണം. മറ്റു ബന്ധങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അഞ്ചാമത്തെ കാര്യം, ഓരോ പിറന്നാൾ വരില്ലേ, അപ്പോൾ ഒരു തീരുമാനം എടുക്കാം കേട്ടോ. അടുത്ത പിറന്നാളാകുമ്പോഴേക്കും ഞാൻ ഫിസിക്കലി കൂടുതൽ ഫിറ്റായിരിക്കും, മെൻ്റലി കൂടുതൽ ഫിറ്റായിരിക്കും. അതിൽ ഫിസിക്കലി ഫിറ്റാകുന്നതിന് ചില മെഷർമെൻറ്റ്സ് ഒക്കെ വെക്കാം. വെയിറ്റ് എടുക്കാം, അത്യാവശ്യം നമുക്ക് മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്താം. എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. അടുത്ത പിറന്നാളാകുമ്പോഴേക്കും എന്തൊക്കെ ഇമ്പ്രൂവ്മെൻ്റാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്, അത് മനസ്സിലുണ്ടാകണം. അത് മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ എല്ലാ ദിവസവും 10-15 മിനിറ്റ് അതിനു വേണ്ടി നമ്മൾ ചിലവഴിക്കും. അത് തീർച്ചയാണ്. ആറാമത്തെ കാര്യം വളരെ സിമ്പിളാണ്, പുഞ്ചിരി. പുഞ്ചിരിയുടെ ഇഫക്റ്റ് വളരെ വലുതാണ് കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, ചില ആളുകളുടെ മുഖത്ത് പുഞ്ചിരി വിടരാൻ വലിയ ബുദ്ധിമുട്ടാണ്.
കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. കോളേജുകളിൽ നിന്ന് ഓരോ ബാച്ച് പിരിഞ്ഞു പോകുമ്പോൾ ഒരു ഫോട്ടോ സെഷനൊക്കെ ഉണ്ടാവും. ആ ബാച്ചിൽ പഠിച്ച കുട്ടികൾ, ടീച്ചർമാർ അവരെയൊക്കെ നിർത്തി ഒരു ഫോട്ടോ സെഷൻ. ഒരു വർഷം ഞാൻ പഠിപ്പിക്കാത്ത കുറേ കുട്ടികൾ വന്ന് എന്നെ ഫോട്ടോയിലിരിക്കാൻ ക്ഷണിച്ചു. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ടീച്ചേഴ്സുണ്ട്, പിന്നെ ആ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളും ഉണ്ട്. എന്നെ എന്തിനാണ് ഇവർ ക്ഷണിച്ചതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു കുട്ടി എന്നോടൊന്ന് പറയുകയാണേ, ടീച്ചറെ ക്ഷണിക്കാനൊരു കാരണമുണ്ട്. ഞങ്ങളെപ്പോൾ കാണുമ്പോഴൊരു പുഞ്ചിരി സ്ഥിരമായിട്ട് സമ്മാനിക്കാറുള്ള ടീച്ചറെ ഞങ്ങൾ ഫോട്ടോയിൽ ഇരുത്തണമെന്ന് തീരുമാനിച്ചു. പലപ്പോഴും ഞങ്ങൾ അങ്ങോട്ട് പുഞ്ചിരിച്ചാലും ഒരു പുഞ്ചിരി തിരിച്ചു കിട്ടാറില്ല. ചില കാര്യങ്ങൾ നമ്മുടെ ഇങ്ങനെ മനസ്സിൽ നിൽക്കുമല്ലോ. അന്ന് ആ കുട്ടികൾ പറഞ്ഞ കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പുഞ്ചിരിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിന് അത് തീർച്ചയായിട്ടും വലിയൊരു കാരണമായി. ഇങ്ങനെ നമ്മളറിയാതെ പല കാര്യങ്ങളും നമ്മുടെ പുഞ്ചിരിയിലൂടെ സംഭവിക്കുന്നുണ്ടാകും. അതുകൊണ്ട് പിശുക്ക് വേണ്ട, സ്മൈൽ. 7ാമത്തെ കാര്യം, ബി വിത്ത് നേച്ചർ. പ്രകൃതി എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, ആ പ്രകൃതിയുടെ മടിത്തട്ടിൽ കുറേ സമയമൊക്കെ ചെലവഴിക്കുക, പുറത്തേക്ക് ഇറങ്ങുക, നല്ല വായു ശ്വസിക്കുക. യാത്രകൾക്കൊക്കെ നമ്മൾ പോവില്ലേ, നാച്ചുറൽ ബ്യൂട്ടിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും ഇങ്ങനെ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടാവും. പ്രത്യേകിച്ചും കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ താമസിക്കുന്നിടത്ത് നെട്ടൂർ ഭാഗത്തൊരു പുഴയുണ്ട് കേട്ടോ. ആ പുഴയുടെ തീരമൊക്കെ വളരെ മനോഹരമാണ്. കൊച്ചു കുട്ടികളില്ലേ, അവർ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നമ്മളിവരെ മോളുകളിലൊക്കെ കൊണ്ടുപോകും. അതിന് പകരം ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി നോക്കൂ, അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. കാരണം മനുഷ്യന് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ്. 8ാമത്തെ കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള വാക്ക് എപ്പോഴും മനസ്സിലുണ്ടാവണം. അതൊരു ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണ്. ശരിക്കും നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ ആയിരിക്കുന്നത് എത്രയോ പേര് നമ്മളെ സഹായിച്ചതുകൊണ്ടാണ് അല്ലേ. നമ്മുടെ അച്ഛനമ്മമാർ തുടങ്ങി നമ്മളെ ജന്മം നൽകിയ അച്ഛനമ്മമാർ, നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ കാര്യം ചെയ്യാൻ നമ്മളെ പ്രത്യക്ഷത്തിൽ സഹായിക്കുന്നവരുണ്ട്, പക്ഷെ പരോക്ഷമായിട്ട് സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ റോഡുണ്ടായതിൻ്റെ പിന്നിൽ എത്രയോ പേരുടെ അധ്വാനം ഉണ്ടല്ലേ. ഒരു വാഹനത്തിൽ കയറി യാത്ര ചെയ്യുമ്പോൾ നമ്മളെ സുരക്ഷിതമായിട്ട് എത്തിക്കുന്ന ആ ഡ്രൈവറുടെ സർവീസ്, ടാപ്പിലൂടെ വെള്ളം ഒഴുകി വരുമ്പോൾ അത് വെറുതെ ഇങ്ങനെ ഒഴുകി വരുന്നതല്ലല്ലോ. അതിൻ്റെ പിന്നിൽ എത്ര പേരുടെ അധ്വാനം, കണ്ടുപിടുത്തങ്ങൾ, വീട്ടിലുള്ളവരുടെ സഹകരണം. ശരിക്കും നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നിറഞ്ഞ് കവിയേണ്ടതാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു കരുതലുണ്ടാവണം അല്ലേ. മറ്റുള്ളവർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലേ ഇതുണ്ടാകും. നമ്മൾ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ്. 9ാമത്തെ കാര്യം എന്താണെന്നോ, ഈ നിമിഷം നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക, ഈ നിമിഷത്തിലായിരിക്കുക. ഇന്നാണെങ്കിൽ ഒരു രക്ഷയില്ല അല്ലേ. നമ്മളൊരു ഭക്ഷണം കഴിക്കാനിരുന്നാൽ പോലും ആ ഭക്ഷണം കഴിക്കുന്നതിൽ നമ്മൾ ഇൻവോൾവ് ആകാറില്ല. കാരണം തൊട്ടടുത്ത് മൊബൈലുണ്ടാവും, നമ്മുടെ ശ്രദ്ധ മൊബൈലിലായിരിക്കും. ഇനി നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഒരു യാത്രയ്ക്ക് പോകുന്നു, ആ യാത്രയിൽ നമുക്ക് ഇൻവോൾവ് ആകാൻ പറ്റാറില്ല. അവിടെയും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണ്. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾ നമ്മളെ എപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ടോട്ടലി ഇൻവോൾവ് ആകുക. നമ്മൾ ഈ ആത്മാർത്ഥത എന്നൊക്കെ പറയില്ലേ, ആത്മാർത്ഥത എന്ന് പറയുന്നത് അതാണ്. ടോട്ടൽ ഇൻവോൾവ്മെൻറ്റോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. 10, ഹൗ ഈസ് ലൈഫ് എന്ന് ചോദിക്കുമ്പോൾ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് എപ്പോഴും പറയുന്ന ചില ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ജീവിതത്തിലെ പാഷൻ അവർ കണ്ടെത്തി എന്നുള്ളതാണ്. നമുക്ക് ഓരോരുത്തർക്കും ഒരു പാഷനുണ്ട്. പാഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ആക്ഷൻ, ദാറ്റ് ഈസ് ആൻ ആക്ടിവിറ്റി. അത് കണ്ടെത്തൽ വളരെ ചലഞ്ചിങ് ആണ്. അത് കൃത്യമായിട്ട് കണ്ടെത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞൊരു ഉത്തരം നമുക്ക് എപ്പോഴും കൊടുക്കാൻ പറ്റും. ജീവിതം ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു. പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെത്ര ചെയ്താലും നമുക്ക് മടുപ്പ് തോന്നില്ല. മണിക്കൂറുകളോളം അത് ചെയ്തുകൊണ്ടിരുന്നാലും നമുക്ക് തോന്നും ചില നിമിഷങ്ങൾ മാത്രമാണ് കടന്നുപോയതെന്ന്. നമ്മളത് ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാൽ പൂർവാധികം ഉത്സാഹത്തോടു കൂടി ആ തെറ്റുകൾ തിരുത്താൻ നമ്മൾ തയ്യാറാകും. ഈ ഒരു കാര്യം ചെയ്യണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുന്നത് തന്നെ. പാഷൻ അതിൻ്റെ ഉയർന്ന തലത്തിലെത്തുമ്പോൾ അത് മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യുന്നതായിട്ട് മാറും. ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടിയുള്ളൊരു ദീർഘായുസിന് വേണ്ടിയിട്ടുള്ള ഈ 10 കാര്യങ്ങളില്ലേ, ഇത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കാരണം ഇത് ഒരുപാട് ഗവേഷണം നടത്തി ഇങ്ങനെ ജീവിക്കുന്ന ആളുകളെ നേരിട്ട് കണ്ടെത്തി മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇനി എക്സ്ക്യൂസ് ഒന്നും പറയാൻ പാടില്ല, വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല.
അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.